ഹേ ഗായ്സ്, അപ്പം നമുക്കിന്നൊരു ക്യാമൽ മീറ്റ് കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കിയാലോ. ഇതെൻ്റെ ഏട്ടൻ, അതായത് എൻ്റെ ഫിയാൻസിയും ഫ്രണ്ട്സും കൂടെ ഉണ്ടാക്കിയതാണ്. ഷാർജയിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. മല്ലു ബോയ്സ് ആണ്. അപ്പോൾ അവർ കേരള സ്റ്റൈലിലാണ് അവിടെ കുക്കിംഗ് ചെയ്തിരിക്കുന്നത്. ഇതവർ സൂപ്പർ മാർക്കറ്റിൽ പോയി ഒരു 1.5 കിലോ ക്യാമലാണ് വാങ്ങിയിരിക്കുന്നത്. എന്നിട്ട് നല്ല കുറേ ഒരു 3-4 വെള്ളത്തിൽ നല്ലതായിട്ട് വാഷ് ചെയ്ത് കഴുകണം. കാരണം അതിൻ്റെ ദേഹത്തൊക്കെ കുറേ മണത്തരികളുണ്ടല്ലോ, അപ്പോൾ നല്ല വൃത്തിക്ക് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ പിഴിഞ്ഞെടുക്കുക. പിന്നെ അവർ ആ സൈഡിൽ തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും ചില്ലി ഒരു 10 ചില്ലി എരിക്കനുസരിച്ച് നിങ്ങൾക്ക് ആവശ്യത്തിന് എടുക്കാം. 10 ചില്ലി, കറിവേപ്പില എല്ലാം കൂടെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കും. അപ്പോൾ ഇവിടെ നല്ലതായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഒരു പച്ചമണം മാറുന്നിടം വരെ നല്ലപോലെ മൂപ്പിക്കണേ. ലോ ഫ്ലെയിമിൽ വേണം മൂപ്പിക്കാൻ. അപ്പോൾ അത്രയും നേരം നമ്മൾ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. അപ്പോൾ ഇവിടെ നല്ലതായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റൊക്കെ ആ മീറ്റിൻ്റെ മുകളിലോട്ട് ഇട്ടിട്ട് നല്ലതായിട്ട് ഇളക്കി വെക്കുക. ഇളക്കി വെച്ചിട്ട് മറ്റു സൈഡിൽ നമ്മളൊരു പാനിൽ തേങ്ങാക്കൊത്ത് നല്ല ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞ് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കുക. ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നിടം വരെ ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഇത് കേരള സ്റ്റൈലാണ്. നമ്മൾ മീറ്റിനൊക്കെ നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയാണ് തേങ്ങാക്കൊത്തിടുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ നല്ലതായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കണം. എന്നിട്ട് നമ്മൾ മീറ്റിന് മുകളിൽ മഞ്ഞൾപ്പൊടി ഇട്ട് ഇളക്കി വെക്കുക. അപ്പുറത്ത് ഗരം മസാലയും മീറ്റ് മസാലയും അളവിനനുസരിച്ച് എടുക്കുക. എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് കൈയൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെക്കണം. കുക്കറിനകത്ത് മിക്സ് ചെയ്ത് വെച്ച് അടച്ച് വെച്ച് വേവിക്കണം. ഓക്കെ, ഇപ്പോൾ അവരവിടെ നല്ലതായിട്ട് മിക്സൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പൊക്കെ ഇട്ടിളക്കി മിക്സ് ചെയ്ത് കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തെ സൈഡിൽ ഇതിന് വേണ്ടിയുള്ള മസാലക്കൂട്ടാണ് ഇത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടിയാണ് എടുത്തേക്കുന്നത്. അളവൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാവേ. എന്നിട്ട് മീറ്റ് നല്ലതായിട്ട് വേവിക്കണം. ഒരു 10-11 വിസിലേലും ഇതിന് അടുപ്പിക്കണേ. കാരണം മറ്റു മീറ്റുകളെക്കാളും കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഇത് വേവാൻ കുറച്ച് താമസം എടുക്കേ. അപ്പോഴത്തെ സൈഡിൽ 3-4 സവാള നീളത്തിലരിഞ്ഞതും 2 തക്കാളി നീളത്തിലരിഞ്ഞാണ് വെച്ചിരിക്കുന്നത്. ഇത് റോസ്റ്റ് ചെയ്തെടുക്കാനാണ്. അപ്പം കേരള സ്റ്റൈലിൽ നമുക്ക് കറികൾക്കൊക്കെ താളിപ്പില്ലെങ്കിൽ ഒരു ടേസ്റ്റ് കിട്ടത്തില്ലല്ലോ, അപ്പോൾ അത് മസ്റ്റാണ്. അപ്പോൾ താളിക്കാൻ വേണ്ടി ഇവിടെ 2-3 വറ്റൽമുളക്, കടുക്, കുറച്ച് കൊച്ചുള്ളി, കറിവേപ്പിലയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാ 11 വിസിലോളം അടിക്കുന്നുണ്ട്. അപ്പോൾ ക്യാമറ നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. നല്ലൊരു വിസിലൊക്കെ വന്നിട്ടുണ്ട്. നല്ലോണം അത് വേവിക്കണം കേട്ടോ. അപ്പോൾ ഇതാ തുറന്ന് നോക്കിയപ്പോൾ നല്ലൊരു കളറും ഫ്ലേവറും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡിൽ കടുക് താളിക്കുവാണ്. അപ്പം നല്ല വെളിച്ചെണ്ണയ്ക്കകത്ത് കടുക് താളിച്ചെടുത്ത് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള അതിൽ ആഡ് ചെയ്തിട്ട് കുറച്ച് ഉപ്പിട്ട് ഇളക്കി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് മൂത്ത് കിട്ടുവേ. അപ്പോൾ ഇതാണ്ട് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്നിടം വരെ ആ സവാളയും പിന്നെ തക്കാളിയും നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. നല്ലൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. എന്നിട്ട് വേണം നമുക്ക് ആ മാറ്റി വെച്ചിരിക്കുന്ന പൊടികളൊക്കെ അതിനകത്ത് ആഡ് ചെയ്യണേ. അപ്പോൾ അവർ ആ പൊടികളൊക്കെ അതിനകത്ത് ആഡ് ചെയ്ത് ആ പച്ചമണം മാറുന്നിടം വരെ ആ പൊടിയൊക്കെ നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. നല്ല രീതിക്ക് മൂപ്പിച്ചെടുക്കുക. എന്നിട്ട് ആ മൂപ്പിച്ചെടുത്ത പൊടികളെല്ലാം കുക്കർ തുറന്ന് ആ മീറ്റിലേക്ക് ആഡ് ചെയ്ത് നല്ലോണം ഇളക്കി കൊടുക്കുക. നല്ല രീതിക്ക് മിക്സാക്കി എടുക്കണേ. അപ്പോൾ നല്ലപോലെ മിക്സാക്കിയിട്ട് നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് വെള്ളം ഒഴിച്ച് വേണം വെക്കാൻ. അപ്പോൾ വെള്ളം ഒഴിച്ച് നല്ലതുപോലെ മിക്സാക്കിയിട്ട് ഒരു 5 മിനിറ്റെങ്കിലും സ്റ്റൗവിൽ വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. നല്ലൊരു കളറും നല്ലൊരു ഫ്ലേവറും വന്നിട്ടില്ല. നിങ്ങൾ ക്യാമൽ മീറ്റ് കറി കഴിച്ചിട്ടുണ്ടോ? ഞാൻ കഴിച്ചിട്ടില്ല കേട്ടോ. കഴിച്ചിട്ടുള്ളവർ കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.